നമ്മളിന്ന് രാവിലെ ഒരു ട്രിപ്പ് പോവാം. എവിടെ പോകുന്നു എന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. രാവിലെ കുറച്ച് നാളായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് ഒരു വഴിയിൽ ഒരു ഫ്രണ്ടിനെയും കൂടെ എടുക്കാറുണ്ട്. അങ്ങോട്ട് എടുത്തിട്ട് നേരെ നമുക്ക് ട്രിപ്പ് പോവാം. കുറേ നാൾക്ക് ശേഷം ഇങ്ങനൊരു ട്രിപ്പ് പോവാം. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇന്ന് നമ്മൾ ഈ വണ്ടിയിലാണ് പോകാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മളെ പ്ലാറ്റിനയിലാണ് പോകുന്നത്. കണ്ട ഗൈസ്, അവൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എവിടെയാ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എവിടെയാ പോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. കൊട്ടറ മരുതമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മുരുകയ്യ, ഇത് കണ്ട ഇവിടുത്തെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഒരു പാറമട പോലത്തെ ഒരു സംഭവമാണ്. കണ്ട, ഇതാണ് ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് താമസിച്ച് പോയോ എന്നൊരു ഡൗട്ട്. ഇതാണ് ഗൈസ്. ഇവിടെ ഒരുപാട് പടിയുണ്ട് ഗൈസ്. കുറച്ച് പടി കയറാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. എന്തിന് മുകളിലെത്തുമ്പോഴത്തേക്കും ഒരു വഴിയാവുമെന്നാ തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ വഴികളൊന്നും അത്ര ശരിയല്ല. മൊത്തവും ചപ്പും ചവറും ഒക്കെ ആയിട്ട്. ഇവർക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിവിടെ. എക്കോ ടൂറിസം അത്രേ, എക്കോ ടൂറിസം. പോടാ, ഇവിടെ എനിക്ക് കയറാൻ വയ്യ. അപ്പോഴാ അവനെ എടുക്കുന്നു. അയ്യോ, മുകളിലെത്തട്ടെ. ഒരുപാട് സ്റ്റെപ്പുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. സൂപ്പർ വ്യൂവാ. പക്ഷേ ആ സൺറൈസ് കാണാൻ പറ്റിയില്ല. അതാണൊരു വിഷമം. ഇനി ബാക്കി നിങ്ങൾ ഇതിൻ്റെ വ്യൂസൊക്കെ കണ്ടു. ഗൈസ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം. അതുമാത്രമല്ല, ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന വ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത് വരുന്നെങ്കിൽ രാവിലെ വരണം, അതായിരിക്കും നല്ലത്. മോർണിംഗ് ആ ഒരു ഫ്രഷ് എയറും ആ ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടും. അടിപൊളിയായിരിക്കും. കിട്ടില്ല സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല സ്പോട്ട്. നിങ്ങളൊരു പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു മോർണിംഗ് ഒരു ട്രിപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോകണം. അടിപൊളി സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ട്. നിങ്ങളൊന്ന് വന്ന് നോക്ക്. അത് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരിക്കും. ഇവിടെ വരുന്നവർ ആരും നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റുകളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇവിടെ അതിന് പ്രത്യേകമായിട്ട് വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം അതിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ഇങ്ങനത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് സംരക്ഷിക്കാനായിട്ട്. അത് നമ്മൾ സംരക്ഷിച്ചാൽ ഇതിൻ്റെ തനിമ ഇപ്പോഴും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. തൃക്കണമംഗലം ബ്രിഡ്ജ് എന്നാണ് കൊടുത്തിരുന്നത്. സംഭവം ഇതൊരു അക്വിഡക്റ്റാണ്. അക്വിഡക്റ്റ്
ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2-3 ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ കൊള്ളാം. അത്യാവശ്യം നല്ല പ്ലേസാണ് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ വന്നിരിക്കുന്നു ഇവിടെ ഒരാൾ. നൈസ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരു നല്ലൊരു യാത്രയുടെ വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. ബൈ ബൈ പറയടാ.